നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 9 വർഷങ്ങൾക്ക് ശേഷം ഇന്നും നാളെയുമായി ഇസ്രയേലിൽ സന്ദർശനം നടത്തുകയാണ്. 2017 ആദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രയേൽ സന്ദർശിക്കുന്നത്. 2023 ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം നിരവധി പാശ്ചാത്യ നേതാക്കൾ ഇസ്രയേലിൽ നെതന്യാഹുവിനെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും വളരെ കുറച്ച് ഏഷ്യൻ നേതാക്കൾ മാത്രമേ അദ്ദേഹത്തെ സന്ദർശിച്ചിട്ടുള്ളൂ. ഇത് മോദിയുടെ സന്ദർശനത്തെ കൂടുതൽ പ്രാധാന്യമുള്ളതാക്കുന്നുവെന്നാണ് വിശകലന വിദഗ്ധർ പറയുന്നത്. കൂടാതെ നെതന്യാഹു തന്നെ ഈയിടെ വ്യക്തമാക്കിയത് ഇസ്രയേലും ഇന്ത്യയും തമ്മിലുള്ള സഖ്യം കൂടുതൽ ശക്തമാകാൻ പോകുന്നുവെന്നും ഇന്ത്യ ഒരു ചെറിയ രാജ്യമല്ല, വലിയൊരു ശക്തിയാണ് എന്നുമായിരുന്നു. 1.4 ബില്യൺ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന കാര്യവും നെതന്യാഹു എടുത്തു പറഞ്ഞിരുന്നു. എന്നാൽ ഇസ്രയേലുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം എല്ലായ്പ്പോഴും അത്ര സുഖകരമായിരുന്നില്ല എന്നതാണ് വാസ്തവം. പിണങ്ങിത്തുടങ്ങി ഒടുവിൽ ഇണക്കത്തിലേക്കാണ് ഇരു രാജ്യങ്ങളും എത്തിച്ചേരുന്നത്. ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന് കീഴിൽ ഇന്ത്യ ഫലസ്തീൻ സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള പോരാട്ടത്തെ ശക്തമായി പിന്തുണച്ചിരുന്നു. ഇസ്രയേൽ രൂപീകരണത്തെ ഇന്ത്യ അന്ന് എതിർക്കുകയും ചെയ്തിരുന്നു. രാഷ്ട്രപിതാവായ ഗാന്ധിജി തന്നെ ഇക്കാര്യത്തിൽ ഫലസ്തീൻ അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. ജൂതന്മാരെ ജർമ്മനി പീഡിപ്പിച്ചതിന് ചരിത്രത്തിൽ സമാനതകളൊന്നുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും അറബികളുടെ മേൽ ജൂതന്മാരെ അടിച്ചേൽപ്പിക്കുന്നത് തെറ്റും മനുഷ്യത്വരഹിതമാണെന്നുമായിരുന്നു ഗാന്ധിജി വ്യക്തമാക്കിയിരുന്നത്. സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം 1949 ഇന്ത്യ ഇസ്രയേലിന്റെ UN അംഗത്വത്തിനെതിരെ വോട്ട് ചെയ്തിരുന്നു. 1950കളിൽ ഇന്ത്യ ഇസ്രയേലിനെ അംഗീകരിച്ചു. പക്ഷേ നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ വിസമ്മതിച്ചു. ഇസ്രയേലിനെ അംഗീകരിക്കാൻ ഇന്ത്യയെ ബോധ്യപ്പെടുത്താൻ പ്രേരിപ്പിച്ചവരിൽ പ്രശസ്ത ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീനും ഉൾപ്പെടുന്നു. നെഹ്റുവിന് അദ്ദേഹം ഇക്കാര്യത്തിൽ കത്തയച്ചിരുന്നു. 4 പതിറ്റാണ്ടുകളായി ഇസ്രയേലിലേക്കുള്ള യാത്രയ്ക്കായി ഇന്ത്യ പാസ്പോർട്ട് ഉപയോഗിക്കുന്നത് പോലും വിലക്കിയിരുന്നു. എന്നാൽ 1962 ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ അന്നത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രി ഡേവിഡ് ബെൻ ഗുരിയോൺ തന്റെ അനുകമ്പയും ആയുധങ്ങളും വാഗ്ദാനം ചെയ്ത് നെഹ്റുവിന് കത്തെഴുതി. ഇന്ത്യ ഇസ്രയേലി ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും സ്വീകരിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. 1965 പാകിസ്ഥാനെതിരായ യുദ്ധത്തിൽ ഇസ്രയേൽ വീണ്ടും ഇന്ത്യക്ക് യുദ്ധോപകരണങ്ങൾ നൽകി. 1971 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചപ്പോഴും ഇസ്രയേൽ ഇന്ത്യയെ സഹായിച്ചു. ഇസ്രയേലിന് നയതന്ത്ര അംഗീകാരം നൽകണമെന്നാവശ്യപ്പെട്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ഗോർഡ മേയർ ഇന്ത്യക്ക് കത്തെഴുതി. പക്ഷേ ഇന്ത്യ വഴങ്ങിയില്ല. കൂടാതെ ഇന്ത്യ നയതന്ത്രപരമായി ഫലസ്തീനുമായി കൂടുതൽ അടുക്കുകയുമായിരുന്നു. 1974 ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെ ഫലസ്തീൻ ജനതയുടെ ഏക പ്രതിനിധിയായി അംഗീകരിച്ച ആദ്യത്തെ അറബ് ഇതര രാജ്യമായി ഇന്ത്യ മാറി. അടുത്ത വർഷം PLO ഇന്ത്യയിൽ ഒരു ഓഫീസ് തുറന്നു. ആയിരക്കണക്കിന് ഫലസ്തീൻ വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിനായി ഇന്ത്യയിലേക്ക് വന്നു. 1991 ഇന്ത്യയും ആഗോളവൽക്കരണത്തിന്റെ പാതയിലേക്ക് തിരിയുന്നതിന്റെ ഭാഗമായി എല്ലാ രാജ്യങ്ങളുമായി മികച്ച ബന്ധം തുടരാൻ ആഗ്രഹിക്കുന്നതിന്റെ ഭാഗമായി 1992 പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹ റാവു ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതായി പ്രഖ്യാപിച്ചു. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇസ്രയേൽ ഇന്ത്യയെ സഹായിച്ചു. ലേസർ ഗൈഡഡ് ബോംബ് കിറ്റുകളും മിസൈലുകളും നൽകി ഇസ്രയേൽ ഇന്ത്യയെ സൈനികമായി സഹായിച്ചു. 2000 തുടക്കത്തിൽ ഇസ്രയേലിന്റെ പ്രതിരോധ ഉപകരണങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറി. 2014 മോദി അധികാരത്തിൽ വന്നപ്പോൾ ഇസ്രയേലുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധത്തിൽ വലിയ തോതിലുള്ള ഉയർച്ചയാണ് ഉണ്ടായത്. 2015 മോദി സർക്കാരിന് കീഴിൽ അന്നത്തെ ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്ന പ്രണബ് മുഖർജി ഉഭയകക്ഷി സാമ്പത്തിക പ്രതിരോധ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഇസ്രയേൽ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റായി. 2017 ജൂലൈയിൽ മോദി ഇസ്രയേൽ സന്ദർശനത്തിലൂടെ രാജ്യം സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. ഒരു വർഷത്തിന് ശേഷം 2018 ജനുവരിയിൽ സമീപ വർഷങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ ഇസ്രയേൽ കമ്പനികളും ശ്രമിച്ചിട്ടുണ്ട്. 2023 ഒക്ടോബറിൽ ഹമാസും മറ്റ് ഫലസ്തീൻ ഗ്രൂപ്പുകളും നടത്തിയ ആക്രമണത്തെ തുടർന്ന് ആയിരക്കണക്കിന് ഫലസ്തീനികളുടെ വർക്ക് പെർമിറ്റ് ഇസ്രയേൽ താൽക്കാലികമായി നിർത്തിവെച്ചതിനു ശേഷം ഇസ്രയേൽ ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ അവരുടെ സ്ഥാനത്തേക്ക് ജോലിക്കായി നിയമിച്ചു.